യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് കാരണമായത് റിപ്പോർട്ടർ ടിവി പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണം കൂടിയാണ്. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണം വ്യാജമെന്നാണ് രാഹുൽ അല്പം മുമ്പും പറഞ്ഞത്. റിപ്പോർട്ടർ ടിവി ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകളും പുറത്തുവിട്ടിരുന്നു. പെൺകുട്ടിയുമായി രാഹുൽ നടത്തിയ വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റുകൾ പുറത്തുവിട്ടിരുന്നു. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുന്ന വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. അപ്പോഴുമെല്ലാം എല്ലാ കാര്യങ്ങളും താൻ നിഷേധിക്കുകയാണ്. എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് തന്നെ പ്രതിരോധിക്കുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടതും. എത്രമാത്രം മാനസിക സംഘർഷത്തിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത് അത്രയും നാൾ എന്നുള്ള കാര്യം അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആരോപണമാണ്. തെളിവുകൾ ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതും. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിന് തന്റെ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു പരാതിയുമായി രാഹുലിന് മുന്നിലേക്ക് ഒരാൾ വന്നാലും ഇതേ നിലപാട്, ഹൂ കെയർസ് എന്നുള്ള നിലപാട് തന്നെയാകുമോ ഈ നേതാവ് സ്വീകരിച്ചിട്ടുണ്ടാവുക? ഏതായാലും ഇന്ന് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഈ UKS എന്ന വാക്ക്. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ യുവനേതാവ് MLA ഒരു പെൺകുട്ടിയോട് ചെയ്ത ഏറ്റവും ക്രൂരമായ വഞ്ചനയുടെ തെളിവുകളാണെന്ന് രാവിലെ റിപ്പോർട്ടർ അത് ശബ്ദ സംഭാഷണമായി പുറത്തുവിട്ടത്. ഒരു പെൺകുട്ടിയോട് ഗർഭഛിദ്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നു. ആ കുട്ടിയെ, തൻ്റെ രക്തത്തിൽ പിറക്കേണ്ട കുട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. ആത്മബന്ധമുണ്ട് തൻ്റെ വയറ്റിൽ വളരുന്ന ആ കുട്ടിയോടെന്ന് പറയുമ്പോൾ താൻ കൈയൊഴിയുന്നു എന്ന രീതിയിൽ ടെലിഗ്രാമിൽ ചാറ്റ് നടത്തുന്നു. അങ്ങനെ തുടങ്ങിയ പെൺകുട്ടിയെ വലിയ സമ്മർദ്ദത്തിലാക്കി ഗർഭഛിദ്രം നടത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയെന്നതിന്റെ സൂചന കൂടിയായി നമ്മൾ ആ ശബ്ദ സന്ദേശത്തെയും അതുപോലെ തന്നെ ഈ ചാറ്റിനെയും കാണേണ്ടി വരും. ഏതായാലും വലിയൊരു കുറ്റകൃത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ തെളിവുകൾ ഒന്നാകെ പുറത്തു വരുമ്പോഴും അത് നിസാരമായി തള്ളുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടത്. ഈ ചെറിയ ചെറിയ പരാതികളാണോ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ഉയർത്തുന്നത്. ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങൾ, സ്ത്രീകളടക്കം അവരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണമെന്ന് സമൂഹ മാധ്യമത്തിലടക്കം ജനങ്ങൾ ചോദിക്കുന്ന സാഹചര്യമാണ്. വലിയ പ്രതിഷേധം മറുഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇടതുപക്ഷങ്ങളും ഒപ്പം BJPയും അടക്കം പ്രതിഷേധവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി പോലും രാജിവെക്കുന്നത് അത് ഔദാര്യം എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുന്നത്. പക്ഷേ ദേശീയ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി MLA പദം രാഹുൽ രാജിവെക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. റോഷിപാൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ പരാതി, റിനി ഉൾപ്പെടെ പരാതി പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഒരു പരിഹാരവും ഉണ്ടായില്ല എന്ന് റിനി ഇന്നലെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള പരാതികൾ ലഭിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു പോരുന്നോ പാർട്ടി നേതാക്കൾ? ഇത്തരത്തിലുള്ള പരാതികൾ വന്നിരുന്നപ്പോൾ എന്ത് നടപടിയാണ് രാഹുലിനെതിരെ ഉണ്ടായിരുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയില്ലേ? റിനി ഇന്നലെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടമാണ് സൂചന നൽകുന്ന രീതിയിലാണ് പ്രതികരിച്ചത്. പക്ഷെ അതിനു മുമ്പേ തന്നെ പ്രധാനപ്പെട്ട ചില യൂത്ത് കോൺഗ്രസിലെ ഒപ്പം കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ചില കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു. ധരിപ്പിച്ചു. അതിന് പുറമെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. അതിലൊന്നും നടപടി ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ ഗൗരവത്തോടെ കോൺഗ്രസ് നേതൃത്വം അത് കണ്ടിരുന്നില്ല. ആരൊക്കെയോ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ വിലയിരുത്തേണ്ടി വരും. ഏതായാലും റിനി അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഈ തരത്തിൽ മറ്റൊരു പെൺകുട്ടി അവർക്കുണ്ടായ ദുരനുഭവം അവർ പുറത്തു പറയാൻ തയ്യാറായത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടാൻ അവർ തയ്യാറാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൂടി പുറത്തു വന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായി പ്രതിരോധത്തിലായത്. പിന്നീട് രാഹുലിന് ഒരു തരത്തിലും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. KC വേണുഗോപാൽ തന്നെ നേരിട്ടിടപെട്ട ദീപാദാസ് മുൻഷിയോട് എത്രയും പെട്ടെന്ന് രാഹുലിന്റെ രാജി ചോദിച്ചു വാങ്ങാനുള്ള നിർദ്ദേശം നൽകിയത്. പിന്നീട് കോൺഗ്രസ് നേതൃത്വം രാഹുലിന് ഒരു ഔദാര്യം എന്ന നിലയിൽ കാര്യങ്ങൾ സ്വന്തമായി പറയാൻ താൻ സ്വയം രാജിവെക്കുന്ന രീതിയിൽ ഒരു നാടകം അവിടെ നടത്തിയെന്നതിനപ്പുറത്തേക്ക് ഇത്രയും മോശമായ രീതിയിൽ ഒരു പെൺകുട്ടിയോട് പെരുമാറിയ ഒരു കോൺഗ്രസ് നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഏതായാലും ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല. ഇനിയും കൂടുതൽ പെൺകുട്ടികൾ രാഹുലിനെതിരെ ആരോപണങ്ങളുമായി തെളിവുകളുമായി രംഗത്ത് വരുമോ എന്ന സംശയവും ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. കാരണം പാലക്കാട് MLA ആണ്. മാസങ്ങൾക്കപ്പുറത്തേക്ക് പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു മാസത്തിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ ഘട്ടത്തിലൊക്കെ ഈ കോൺഗ്രസ് MLAക്കെതിരെയുള്ള മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ആയുധമാക്കുമെന്നടക്കമുള്ള ആശങ്കയാണ് നേതാക്കളെ ഒന്നാകെ അലട്ടുന്നത്. വ്യക്തമാണ്. തനിക്കെതിരെ
പരാതിയില്ല. പക്ഷേ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. പക്ഷേ ഗത്യന്തരമില്ലാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനവും രാജിവെച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കുകയാണ്. ആർ. ഋഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.